കർണാടകയിലെ ബെല്ലാരിയിൽ സർക്കാർ ആശുപത്രിയിൽ പ്രസവ വാർഡിൽ 3 ദിവസത്തിനിടെ മരിച്ചത് 5 അമ്മമാർ. സിസേറിയൻ ശസ്ത്രക്രിയയ്ക്കു ശേഷം നൽകിയ IV ഫ്ലൂയിഡ് ശരീരത്തിലെത്തിയ ശേഷമാണ് ഇവർക്കെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് സൂചന. ബംഗാൾ ആസ്ഥാനമായുള്ള പശ്ചിമ ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. ഏതാണ്ട് 34 സ്ത്രീകളാണ് ബെല്ലാരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഈ സമയത്ത് പ്രസവത്തിനായി എത്തിയത്. ഇവരുടെയെല്ലാം ആരോഗ്യനില വിശദമായി പരിശോധിച്ചു വരികയാണ്. സിസേറിയനു പിന്നാലെ ആരോഗ്യം വഷളായ 4 സ്ത്രീകൾ കൂടി ചികിത്സയിൽ നിലവിൽ കഴിയുന്നുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. ബലഗാവിയിൽ തിങ്കളാഴ്ച തുടങ്ങിയ കർണാടക നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിലും ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. BJPയും JDSും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംഭവത്തിൽ ലോകായുക്ത ഇതിനകം അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവർ അമ്മമാരുടെ മരണങ്ങളിൽ സ്വമേധയാ കേസെടുത്തത്. ലോകായുക്ത SP S സിദ്ധരാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. അന്വേഷണ സംഘം ആശുപത്രിയിലെ പ്രസവ വാർഡിലും തീവ്രപരിചരണ വിഭാഗത്തിലും മരുന്നുകൾ സംഭരിച്ചു വെക്കുന്നിടത്തും പരിശോധന നടത്തി. ഏതാനും രേഖകൾ ഇവിടെ നിന്നും ശേഖരിച്ചു. ഗുണനിലവാരമില്ലാത്ത IV ഫ്ലൂയിഡാണിതെന്ന് പറയുന്നു. ഇത് ആശുപത്രിയിൽ വിതരണം ചെയ്ത പശ്ചിമ ബംഗാൾ ആസ്ഥാനമായ കമ്പനിയെ സർക്കാർ കരിമ്പട്ടികയിൽ പെടുത്തിയിരുന്നു. സംഭവത്തിൽ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. IV ഫ്ലൂയിഡിന്റെ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. ബെല്ലാരിയിലെ മാതൃമരണത്തിൽ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചിരുന്നു. സിസേറിയനെ തുടർന്ന് 5 സ്ത്രീകൾ മരിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഡെവലപ്മെന്റ് കമ്മീഷനുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് രൂപവൽക്കരിച്ചിരിക്കുന്നത്. IV ഫ്ലൂയിഡ് എത്തിക്കുന്ന കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ദുരന്തത്തിനിരയായ സ്ത്രീകളുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്.